ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണോ. ഇന്ന് പത്രത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം കണ്ടു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പങ്കുവെക്കാമെന്ന് വിചാരിക്കാൻ കാരണം വേറെ ഒന്നല്ല, 2 ദിവസം മുന്നേ നമ്മൾ പറഞ്ഞേ ഉള്ളൂ, നൊന്ത് പ്രസവിച്ചത് കൊണ്ടും പാലൂട്ടിയത് കൊണ്ടും മാത്രം അമ്മയാവില്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ കണ്ടതും. ഹർഷിത് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെ കാര്യമാണ്. 1.5 വയസ്സുള്ള ഒരു കുട്ടി, ഒരു ആൺകുട്ടിയാണ്. ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്തും ആവട്ടെ, നമുക്ക് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ശരിക്കും നമുക്ക് നെഞ്ചിലത്തെ ആ വിഷമം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാനായിട്ട് കഴിയില്ല കേട്ടോ. ആരുടെ മക്കളായാലും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പിഞ്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്നേഹം തന്നെയാണ് അല്ലേ. അപ്പോൾ ആ പിഞ്ചു കുട്ടികളോട് നമുക്ക് ഇത്രയും ക്രൂരത ചെയ്യാനായിട്ട് കഴിയോ എന്നത് നമ്മൾ ചിന്തിക്കും. പക്ഷെ ചെയ്യാൻ കഴിയുന്നവരുണ്ട്, അതിന് മനസ്സുള്ളവരുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോരുത്തരുടെയും മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായി പെരുമാറാൻ ഓരോരുത്തർക്കും കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വാർത്ത കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ പത്രത്തിലുണ്ട്. നെടുമങ്ങാട് എന്ന സ്ഥലത്താണ് 1.5 വയസ്സുള്ള കുട്ടി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടാണ് മരിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആ കുട്ടിയുടെ അമ്മ അവിടെ ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല. രണ്ടാനച്ഛനാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. ഈ കുഞ്ഞിനെ 3 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ അച്ഛൻ ജീവനൊടുക്കിയതെന്നാണ് പറയുന്നത്. ജീവനൊടുക്കിയതാണോ അതോ കൊലപാതകമാണോ അതൊന്നും നമുക്കറിയില്ല, നമുക്കറിയും വേണ്ട. പക്ഷേ ചിലപ്പോൾ ഈ അച്ഛൻ ഇതെല്ലാം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും കണ്ടതുകൊണ്ടും അതെല്ലാം ഉൾക്കൊള്ളാനാവാതെ, അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടത് കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പീഡനത്തിന് ഇരയാവുന്നത് പെൺകുട്ടികൾ മാത്രമല്ല, അതായത് ഭർത്താക്കന്മാർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള ഭാര്യമാരെ കിട്ടുന്നവരും ഉണ്ട്. അപ്പം അതിനൊരു ഉദാഹരണമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അതെന്തോ ആവട്ടെ, ആ വ്യക്തിയുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം അവരുടെ ഡ്രൈവറായ അഷ്കർ എന്ന വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ താമസിച്ച് വരികയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അഷ്കർ എന്ന് പറയുന്ന രണ്ടാനച്ഛനും അതുപോലെ ഈ അമ്മയും കൂട്ടിയിട്ട് ഈ പിഞ്ചു കുഞ്ഞിനെ ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയുടെ സമ്മതത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ കുട്ടീനെ ഉപദ്രവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീക്ക് ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഈ കുഞ്ഞിനെ വിട്ട് നൽകാമായിരുന്നു. എങ്കിൽ ആ കുട്ടി ആ ഭർത്താവിൻ്റെ, അതായത് ആ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛമ്മയുടെയൊക്കെ കൂടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ജീവിതം ചിലപ്പോൾ നല്ലതായിട്ട് നടന്നിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയും പോരൊക്കെ ഉണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. എങ്കിലും ഇത്രമാത്രം ക്രൂരത ഏൽക്കേണ്ടി വരുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനും മർദ്ദിക്കാനും കൊല്ലാനും ചെയ്യേണ്ട ആവശ്യം ഇവർക്കും ഇല്ല. ഇവർക്ക് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാമായിരുന്നു. പക്ഷേ ഈ സ്ത്രീ ഒന്ന് ചിന്തിക്കണം, തൻ്റെ പിഞ്ചു കുഞ്ഞിനെ, 1.5 വയസ്സ് മാത്രമുള്ള തൻ്റെ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിക്കുകയും അതുപോലെ തന്നെ ഉപദ്രവിക്കുകയും ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു വ്യക്തി ഈ സ്ത്രീയോട് എത്രമാത്രം നീതി പുലർത്തും, അല്ലെങ്കിൽ എത്രമാത്രം ഈ സ്ത്രീയെ ആത്മാർത്ഥമായിട്ട് കൊണ്ടു നടക്കും, സ്നേഹിക്കും, കരുതലോടുകൂടി പെരുമാറും എന്നുള്ളത് ആ സ്ത്രീ ചിന്തിച്ചാൽ നല്ലത്. കാരണം ഇത്രമാത്രം ക്രൂരമായ മനസ്സിനുടമയായ ഒരു വ്യക്തി, കാരണം വെറും 1.5 വയസ്സുള്ള ഒരു കുട്ടീനെ ഇത്രമാത്രം ഉപദ്രവിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് എത്രമാത്രം ക്രൂരത നിറഞ്ഞതാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ എത്രമാത്രം ആ ജീവിതത്തിന് സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ചിന്തിച്ചാൽ മതി. പിന്നെ മാത്രമല്ല, 3 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് മരിച്ചിട്ട് ഈ വ്യക്തിയോടൊപ്പം താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അബോർഷൻ നടത്താമായിരുന്നില്ലേ? ഈ ഒരു കുട്ടി വേണ്ട എന്ന് വെച്ചിട്ട് ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ ഈ ഒരു കുട്ടി തടസ്സമാണെന്നുള്ള ചിന്താഗതിയാണ് ഇതിന് അവർ മനസ്സ് കൊണ്ട് അവർ ചിന്തിച്ചത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ അബോർട്ട് ചെയ്യാമായിരുന്നില്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ 1.5 വർഷം ഇത്രമാത്രം കഷ്ടപ്പെടുത്തേണ്ടതുണ്ടായിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. അത്രമാത്രം വിഷമം കൊണ്ട് ഞാൻ ചോദിച്ചു പോവുകയാണ്. കാരണം ഒരു പിഞ്ചു കുഞ്ഞിനെ, നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ലോകത്തിൽ കാണുന്ന അനാഥ കുട്ടികളേനോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപദ്രവം ഏൽക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളേനോ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കും, നമുക്ക് എടുക്കാം, വളർത്താം എന്നൊക്കെ കേട്ടോ. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയില്ല. സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിയമപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിത ചെലവന്നെ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റണതല്ല. പിന്നെ പഠന കാര്യങ്ങളാണെങ്കിലും എല്ലാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാനസികമായ വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയൊന്നും ഒരുപാട് കുട്ടികളെ ഏറ്റെടുക്കാനും കാര്യങ്ങൾക്ക് നമുക്ക് സാധിക്കില്ല. എങ്കിലും മാനസികമായ ഒരു വിഷമം പങ്കുവച്ചു എന്ന് മാത്രം. കാരണം
ഇങ്ങനെ ഇത്രയും ഒരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ ഒരു അമ്മ അതിന് സഹായിയായിട്ട് നിന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതെല്ലാം അമ്മ കാണുന്നുണ്ടല്ലോ, ഈ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ പോലും മുറിവുകൾ പറ്റിയിട്ട് അത് വ്രണമായി മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ 51ഓളം മുറിവുകളുണ്ട് അത്ര ആ കുഞ്ഞു ശരീരത്തിൽ, 51ഓളം മുറിവുകളുണ്ടെന്നാണ് പറയുന്നത്. എത്രമാത്രം വേദന ആ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവും. ബ്ലേഡ് പോലുള്ള ഏതോ ചെറിയ ആയുധം കൊണ്ടാണ് ആ കുട്ടിയുടെ ശരീരത്തിലൊക്കെ കീറി മുറിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കൈ രണ്ടും ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 കൈയും ഒടിച്ചിട്ട് അത് പ്ലാസ്റ്ററും ഇതൊക്കെ ഈ വ്യക്തി തന്നെയാണ് അത്ര വാങ്ങിക്കൊണ്ട് വന്നിട്ട് കുട്ടിക്ക് ബാൻഡേജ് പോലെ കെട്ടി കൊടുത്തേക്കുന്നത്. അപ്പോൾ എത്രമാത്രം ആ കുട്ടി വേദന കൊണ്ട് സഹിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. ഈ 1.5 വയസ്സ് മാത്രം ഭൂമിയിലേക്ക് വന്നിട്ട് എന്താ ഏതാന്ന് പറയാനോ ഒന്നും അറിയാനോ ആവാത്ത ഈ പ്രായത്തിൽ ആ കുട്ടി അനുഭവിച്ച വേദനകൾ എന്തൊക്കെ ആയിരിക്കും അല്ലേ? എന്നിട്ട് കരയാതിരിക്കാനായിട്ട് വായിൽ തുണി കുത്തി തിരികുന്നുണ്ട് എന്നാണ് പറയുന്നത്. വായിൽ തുണി കുത്തി തിരികിയതിന് ശേഷമായിട്ട് ഉപദ്രവിക്കുന്നത്. നല്ലതുപോലെ അടിക്കാറുണ്ട്. അതുപോലെ ഈ അങ്ങനത്തെ ആയുധങ്ങളെ കൊണ്ട് മേലൊക്കെ വരഞ്ഞ് കീറാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ജനനേന്ദ്രിയത്തിൽ ഇത്രയൊക്കെ മുറിവുകൾ ഉണ്ടായി അത് വ്രണമായിട്ട് കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ആ കുട്ടി വേദന സഹിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അത് ആ വാർത്ത വായിച്ചിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പം നേരിൽ കാണുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ എത്ര പാവം, എന്താണ് അതിന് സ്വന്തം അമ്മ ഉണ്ടായിട്ട് പോലും ഇതിനിങ്ങനെ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് എന്താ അന്ന് ആലോചിച്ച് നോക്കൂ. ഇവളൊക്കെ ഒരു പെറ്റമ്മയാണോ? ഇവള് നൊന്ത് പ്രസവിച്ചതാണോ ഈ കുഞ്ഞിനെ എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാമതൊരു വ്യക്തിയോടൊപ്പം ജീവിക്കുമ്പോൾ ആ വ്യക്തി ഈ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള മനസ്സ് അവൾക്കുണ്ടോ, മാനസികാവസ്ഥ അവൾക്കുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കണം. ഇങ്ങനെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇവളെയും ഉപദ്രവിക്കുമ്പോൾ ഇവൾക്ക് പ്രതികരിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കാൻ നമുക്കില്ല ഞാൻ പറയണില്ല, അങ്ങനെ പ്രതികരിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഉറക്കം നിലവിളിച്ച ആളുകളെ കൂട്ടിയിട്ട് ബഹളം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സഹായം ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയെങ്കിലും ഇവൾക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കായിരുന്നില്ലേ? അപ്പോൾ ഇവൾക്കും ഈ കുഞ്ഞൊരു ബാധ്യത ആണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവളതൊക്കെ അനുകൂലമായിട്ട് നിന്നത്. അപ്പോൾ അത്രയും ക്രൂരാണ് അവളുടെ മനസ്സ്. നൊന്ത് പ്രസവിച്ചത് ഇവൾക്ക് ആ വേദനയൊന്നും ഒന്നുമല്ല. അല്ലെങ്കിൽ മാനസികമായിട്ട് ആ കുഞ്ഞിനോട് അവൾക്ക് തോന്നിയ ആ ഒരു അടുപ്പം, നമ്മൾ ഒന്ന് പാല് കിട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ നമ്മളൊന്ന് കൊഞ്ചിക്കുക, ലാളിക്കുക, അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് നമുക്കുള്ള വാത്സല്യം, ഇതൊക്കെ എവിടെ പോയി ഇവൾക്ക്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. എന്തായാലും ആ വാർത്ത കണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ വായിക്കും ചെയ്തപ്പോൾ ഉണ്ടായ മാനസിക വിഷമം, എനിക്കത് നിങ്ങളോട് പങ്കുവയ്ക്കാതിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിത് പങ്കുവച്ചത് കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങളെ വേണ്ടാന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തന്നെ, എത്ര പേര് ഡൈവേഴ്സ് ആകുമ്പോൾ സ്വത്തും പണം ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ജീവനാംശം ഒന്നും വേണ്ട, എനിക്കെൻ്റെ കുഞ്ഞിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് എത്ര അമ്മമാർ കുട്ടികളെ എടുത്തിട്ട് പോകുന്നുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അപ്പോൾ അങ്ങനെ എത്ര പേര് അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വേണ്ടാന്ന് വെക്കണം. പിന്നെ 2ാം വിവാഹം, അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കാം. പിന്നെ 2ാം വിവാഹത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ കുട്ടീനെ ഉപദ്രവിക്കുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ അതിനെ ചെറുത്ത് നിൽക്കാനും, അല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ബന്ധുക്കളോട് പറഞ്ഞിട്ട് മാറിപ്പോകാനും സാധിക്കില്ലേ? അപ്പോൾ ഇതൊന്നും അവൾ ചെയ്യാതെ ഈ കുട്ടീനെ ഉപദ്രവിക്കാനും ദേഹോപദ്രവം ഏൽപ്പിക്കാനും എത്രമാത്രം ആ കുട്ടി അനുഭവിച്ചു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നിഷ്ഠൂരമായിട്ട് പെരുമാറാനായിട്ട് മനുഷ്യന് കഴിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ 2 ദിവസം മുന്നേ നമ്മളൊരു വാർത്ത കണ്ടുള്ളൂ. 19കാരി പ്രസവിച്ചിട്ട് ശുചിമുറിയിൽ പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലിൽ ജനലിൽ കൂടെ കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്നുള്ളതും ആ കുട്ടി അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു എന്നുള്ളതും അല്ലേ? അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെയൊക്കെ മാനസികാവസ്ഥ വെച്ചാൽ പിന്നെ എന്തിനാണ് ഓരോ കുഞ്ഞുങ്ങൾക്ക് ഇവർ ജന്മം നൽകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ജന്മം നൽകണ്ടെന്ന് ചിന്തിച്ചാൽ പോരെ. ഇങ്ങനെ വെറുതെ നിഷ്ഠൂരമായിട്ട് ക്രൂരമായിട്ട് ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യമുണ്ടോ അല്ലേ? ആ കുട്ടി എത്രയൊക്കെ വേദനകൾ സഹിച്ചു, സമാധാനമുണ്ട്, മരിച്ചു പോയില്ലോ. ഇനി അതിനിങ്ങനത്തെ ക്രൂരമായ പീഡനങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ ആയുധങ്ങളെ കൊണ്ടുള്ള മുറിവുകളും ഒന്നും അറിയാത്ത ഈ പ്രായത്തിൽ ഇത്രയൊക്കെ സഹിക്കേണ്ടി വന്നില്ലേ? ഇനി അതിനത് സഹിക്കണ്ടല്ലോ അല്ലേ? കുഞ്ഞു മനസ്സ്, അല്ലെങ്കിൽ അർഷിതേ, നിന്നോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. കാരണം നീ അനുഭവിച്ച വേദനകളും നീ അനുഭവിച്ച ക്രൂര പീഡനങ്ങളും എത്രമാത്രം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ട് പോലും എനിക്ക് സഹിക്കണില്ല. അപ്പോൾ ഇത്ര മാത്രമല്ലേ എനിക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനിയെങ്കിലും നീ നല്ല ഒരു ലോകത്ത് പോയിട്ടിരിക്കട്ടെ. നിൻ്റെ അച്ഛൻ്റെ അടുത്ത് നീ എത്തിപ്പെട്ടുല്ലോ എന്നുള്ള
ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.